അങ്ങനെ സുധാകരൻ വെടിപൊട്ടിച്ചു. സുധാകരൻ വെടിപൊട്ടിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ സുധാകരൻ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ടൊന്നും ഇല്ല. പക്ഷേ ആ വാർത്താ സമ്മേളനം തുടങ്ങി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ കരുതി അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടിട്ട് ഈ നമ്മളെല്ലാം മണ്ടന്മാരാകുമെന്ന് സംശയിച്ചു. കാരണം നമ്മളെ കഴിഞ്ഞ ദിവസം സുധാകരൻ മത്സരിക്കും നമ്മളെല്ലാവരും വാർത്ത കൊടുത്തിട്ട് ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ പാർട്ടിക്ക് വിധേയനായി തന്നെ ജീവിക്കുമെന്ന് അദ്ദേഹം പറയും എന്ന ഒരു ധാരണ പരത്തുന്ന രീതിയിലാണ് അദ്ദേഹം ആദ്യം തുടങ്ങിയത് വാർത്താ സമ്മേളനം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹം ആരുടെയും പിന്തുണ സ്വീകരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അതായത് അനിയനെ കൊന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അപ്പോൾ UDFന്റെ പിന്തുണ അദ്ദേഹം സ്വീകരിക്കില്ല. അദ്ദേഹം സ്വതന്ത്രനായി തന്നെ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് അതുപോലൊരു ആത്മവിശ്വാസം അവിടെയുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ UDF സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, CPMന്റെ മെഷീനറികൾ ഇലക്ഷനിൽ എന്ത് നിലപാട് അവിടെ സ്വീകരിക്കും? അണികൾ, കാരണം സുധാകരൻ നല്ല അണികളുള്ള ഒരു നേതാവാണ് ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായിട്ട് ഉണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. സത്യമാണത്. സുധാകരൻ ഇഷ്ടം, എല്ലാവർക്കും വലിയ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പല ചർച്ചകളിലും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഈ ഒരു അദ്ദേഹം മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവർക്കൊരു തിരിച്ചടി തന്നെയാണ്. CPMന് അതൊരു തിരിച്ചടി തന്നെയായിട്ട് മാറും, വെല്ലുവിളിയായിട്ട് മാറും. അപ്പോൾ അദ്ദേഹം എനിക്കൊന്നു പാർട്ടിയെ അദ്ദേഹം കടന്നാക്രമിച്ചിട്ട് ചില നേതാക്കന്മാരെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം സതീശറിയാനെ പോലുള്ള ആളുടെ പേരെടുത്ത് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പാർട്ടി സെക്രട്ടറിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ജില്ലയിൽ തനിക്കെതിരെ തിരിഞ്ഞ നേതാക്കന്മാരുടെ പേര് മാത്രം അദ്ദേഹം വിമർശന വിധേയമാക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നാസർ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി, മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ, പിന്നെ അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയാണെന്ന് തോന്നുന്നു ജില്ലാ സെക്രട്ടറിയേറ്റ് ഹരികൃഷ്ണൻ. അങ്ങനെ ഈ രണ്ടുപേരെയാണ് അദ്ദേഹം ലക്ഷ്യം. ഹരിശങ്കറൊക്കെ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോയ ആളാണ്. നമ്മുടെ പഴയ MP പോയിട്ടുണ്ട്, അതെ. അപ്പൊ ഇവരെല്ലാം എത്തുന്നു, അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. പിന്നെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരാളാണ്. മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും അവിടുത്തെ പാർട്ടി സെക്രട്ടറി എന്ന അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്, എന്തും മുഖത്ത് നോക്കി വിളിച്ചു പറയും. അപ്പോഴത്തേക്ക് അദ്ദേഹം ഭയങ്കര കോപിഷ്ഠനാവും, മുഖമെല്ലാം കൂടെ പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ അതേപോലെ അദ്ദേഹം തണുക്കുകയും ചെയ്യും. ആള് ശുദ്ധനാണ്, അതാണ്. പക്ഷെ പലപ്പോഴും അദ്ദേഹം ഈ വളരെ എന്താണ് കാര്യങ്ങളെ ഈ നമ്മളെ സാധാരണ രാഷ്ട്രീയ ഞഞ്ഞാമഞ്ഞ പരിപാടി അത് അങ്ങനെക്കില്ല. ഒരു കാര്യം നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ നടപ്പിലാക്കിയിരിക്കണം. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വിളിക്കാന്നായിട്ട് അറിയാം. പല രാഷ്ട്രീയക്കാരും പൊളിച്ചുകൊണ്ടത് അവിടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം CPM മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ അദ്ദേഹത്തെ കളിയാക്കുന്നത് അധികാരക്കൊതി മൂത്തുപോയി. പിന്നെ ഇവർക്കാക്കും അതില്ലല്ലോ. പിണറായി വിജയൻ മൂന്നാമത്തെ വട്ടം മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അത് അധികാരക്കൊതിയേ അല്ല, അത് നിയോഗമാണ്. കാറൽ മാർക്സ് അപ്പൂപ്പൻ്റെ നിയോഗമാണ് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്നവരപ്പോൾ അവരുടെ ഭാഗം കൂടെ നോക്കണം. ഒന്നാ മണിയാചാന പാർട്ടിയിലെ ഷൂ എന്ന് പുള്ളി പറഞ്ഞു. ഇന്നിപ്പോ 3-ാം തവണ സീറ്റ് കിട്ടാത്തോണ്ട് പോടെ കരഞ്ഞോണ്ട് കിടക്കുകയാണ്. അതെ. പിന്നെ പുള്ളി പേടിച്ചിട്ടാണ് കൂടുതൽ ഒന്നിനും നിൽക്കാത്തതെന്ന് തോന്നുന്നു. കാരണം ആള് സുധാകരനാണ്, തിരിച്ചെന്താണ് പറഞ്ഞെന്നുള്ള അറിയാനും പറ്റില്ല. സുധാകരൻ മാത്രമല്ല, ഇപ്പൊ പാർട്ടി തീരുമാനം ഉണ്ടല്ലോ മണിക്ക് സീറ്റ് കൊടുക്കണം, അതിനെതിരെ പുള്ളി ഇറങ്ങാത്തത് പിണറായിയെ ഭയന്നതിനാണ്, അല്ലാതെ മറ്റു കാര്യമൊന്നുമല്ല. കാരണം ഇദ്ദേഹത്തിനെ എപ്പോഴും ആക്രമിക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ സഹോദരനെയാണ് എല്ലാവരും രക്ഷപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലെല്ലാവരും പഞ്ചായത്തും പ്രസിഡന്റും മെമ്പറും ആണല്ലോ. അതെ. MM മണിയാശാൻ ഇപ്പൊ ഇത്രയായി, ഇനിയിപ്പം വിശ്രമിക്കട്ടെ. KK ജയചന്ദ്രൻ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ്. അതെ. അപ്പം ജയചന്ദ്രനെ മാറ്റിയിട്ടാണ് ഇദ്ദേഹത്തെ ആക്കുന്നത്. ജയചന്ദ്രൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തെ വീണ്ടും അവിടുന്ന് മാറി പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറ്റി. പിന്നെ അദ്ദേഹം ഇപ്പൊ എന്തുകൊണ്ടും മത്സരിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹം നേരത്തെ ഉടുമ്പൻചോലയുടെ MLA ആണെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തന്നെ കൊടുക്കാവുന്ന. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണ്ട. ആരും ഈ അധികാര കൊതിയെ കുറിച്ച് ആരെയും കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ വരുന്ന അധികാരത്തിന് തന്നെയാണ്, അതല്ലാതെ നാട്ടിൽ സുധാകരനെക്കാട്ടി 10 വയസ്സിനെങ്കിലും മൂപ്പില്ലേ പിണറായി വിജയൻ? ഉറപ്പായിട്ടും വരും, ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മാറിയിരിക്കട്ടെ. അല്ല, അങ്ങനെ മാറിയെന്ന് എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ. EMS 77 മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹം നിർത്തി. 77 ശേഷം പിന്നെ അദ്ദേഹത്തിന് മത്സരിച്ചിട്ടില്ല. ഇല്ല. വേണമെങ്കിൽ 80 അദ്ദേഹത്തിന് വീണ്ടും മത്സരത്തിൽ മുഖ്യമന്ത്രിയാവുന്നല്ലേ ഈ കണക്കിന് വെച്ച് നോക്കുമ്പോഴേ. ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രായത്തിൽ അദ്ദേഹം അതിന് മുമ്പേ അദ്ദേഹം നിർത്തി, പരിപാടി നിർത്തി. സുധാകരൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരിക്കലും അധികാരക്കൊതി മൂത്താണ് മത്സരിക്കുന്നതെന്ന് എനിക്ക് തോന്നില്ല. അല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അവഗണന തന്നെയാണ്. അതാണ് പോയിന്റ്. താൻ നേരിട്ട അവഗണനയും ഇന്നലെ പാർട്ടി വന്ന കൊച്ചു മീശ മുളയ്ക്കാത്ത പിള്ളേർ അയാളുടെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം
പ്രകോപിതനായത്. അദ്ദേഹത്തിന് വല്ലാതെ മുറിവേറ്റു. 60 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മനുഷ്യനാണ് ഒരു പാർട്ടിയിൽ. അതെ. അപ്പം അദ്ദേഹത്തിന് വല്ലാതെ മുറിവേറ്റു. അദ്ദേഹത്തിന് മുറിവേറ്റു എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം പ്രതികരിക്കാൻ പാർട്ടി വേദികളിൽ അദ്ദേഹം പറഞ്ഞു നോക്കി. ആരും അദ്ദേഹത്തെ MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി പോലും ഒരു പരിഹാസച്ചിരിയാണ് ചിരിച്ചത്. പിന്നെ MA ബേബിയാണ് കാര്യത്തിൽ കുറച്ച് ഗൗരവമായ നിലപാടെടുത്തത്. അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോയി. അതെ. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമെന്നും വീണ്ടും അദ്ദേഹത്തിന് മന്ത്രിയാകാൻ സാധിക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെ, അതിന് സാധ്യതയുണ്ട്. കാരണം അത് നല്ലൊരു മന്ത്രി എന്നുള്ളതിൻ്റെ പേര് തെളിയിച്ച ആളാണ്. അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെ പോലെ ഒന്നുമല്ല. നല്ല മിടുക്കനായ മന്ത്രിയാണെന്ന് 2 മന്ത്രിസഭയിലും തെളിയിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് PR ഇല്ലായിരുന്നു. PR ഇല്ലായിരുന്നു. PR വർക്ക് കഴിഞ്ഞ, പക്ഷേ ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേക PR ഏജൻസി ഉണ്ട്. ആ PR ഏജൻസിയാണ് വാർത്തകൾ സപ്ലൈ ചെയ്യുന്നതും അവരാണ് ഇദ്ദേഹം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, അദ്ദേഹം ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതും PR ഏജൻസി. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ PR ഏജൻസി പരിപാടി ഇദ്ദേഹത്തിനില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താണ് എൻ്റെ PR എന്ന് പറയുന്നത് ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളാണെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നത്. അതെല്ലാം ന്യായമായിട്ട് അത് കഴിഞ്ഞ ഇന്റർവ്യൂ പുള്ളി പറഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിനകത്ത് ആദ്യത്തെ 5 വർഷം പാടെ മായ്ച്ചു കളഞ്ഞത് എങ്ങനെയാണെന്ന് അദ്ദേഹം. അത് സ്വാഭാവികം. മാത്രമല്ല ഇദ്ദേഹം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും ക്രെഡിറ്റ് പാർട്ടി എടുക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഒന്ന് കോൺഗ്രസിൻ്റെ നിലപാട് എന്താകും, അല്ലെ UDFന്റെ നിലപാട്. UDF ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് വിചാരിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ UDFന്റെ കൂടെ പോകത്തുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചിട്ട് UDFന് എന്ത് നേടാനാണ്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. എനിക്ക് അവരെ എന്നെ പിന്തുണയ്ക്കേണ്ടെന്ന് അദ്ദേഹം പറയും. പിന്നെ കോൺഗ്രസ് വേറെ സ്ഥാനത്ത് നിർത്തുമോ എന്നുള്ളതാണ് ചോദ്യം. വേറെ വഴിയില്ല അവർക്ക്. പിന്നെ ഇനി നമ്മൾ അറിയേണ്ടത് എന്ത് പാർട്ടി മെഷീനറിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും. ഇപ്പം എന്താ പറയുന്നത്, ഇവർ സ്ഥിരമായിട്ട് ഇദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ ഇവരൊരു കുലംകുത്തി അപ്പം കുലംകുത്തിന്ന് ഇപ്പം G. സുധാകരനെ വിളിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം നേരിട്ട അവഗണനയെ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പാർട്ടി മെമ്പറും അല്ല. പക്ഷെ നിലവിലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് തീർത്ത് പറയുന്നുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും. തനിക്ക് നേരിട്ട അവഗണനയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് മാത്രം അത് കാണുന്നതായിരിക്കും നല്ലത്. എന്തായാലും G. സുധാകരന്റെ ഇനിയുള്ള ദിവസത്തെ പ്രസ്താവനകൾ ശക്തമായ അധിക്ഷേപവും സൈബർ അറ്റാക്കും അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. പിന്നെ MM മണിയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വാപോയ കോടാലികളുടെ വായിൽ നിന്ന് വീഴുന്നതിന് മറുപടിയും G. സുധാകരൻ പറയേണ്ടതായിട്ട് വരും. അത് പറയുന്ന കാര്യത്തിൽ അദ്ദേഹം ഒട്ടും പിന്നോട്ടല്ല. MM മണിയേക്കായി വാപോയ കോടാലിയാണ് G. സുധാകരൻ, അത് നമുക്കറിയാം. പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കാര്യം നേരത്തെ പറഞ്ഞു, 2 കാര്യമാണ് അറിയേണ്ടത്. G. സുധാകരൻ കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്യും, CPM ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കും, അത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.